ഹീമോഫീലിയ ചികിത്സയിൽ വിപ്ലവകരമായ തീരുമാനമെടുത്ത കേരളം. ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന വിലയേറിയ മരുന്ന് നൽകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഹീമോഫീലിയ ചികിത്സയ്ക്ക് നൽകുന്ന എമിസിസുമാബ് എന്ന നൂതനമായ മരുന്ന് മാസത്തിലൊരിക്കലാണ് എടുക്കേണ്ടത്. ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത് നൽകുക. ഏകദേശം 300ഓളം കുട്ടികൾക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുക. ഹീമോഫീലിയ ചികിത്സയിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന പ്രൊഫിലാക്സിസ് 2021 മുതൽ നൽകി വരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രൊഫിലാക്സിസ് ചികിത്സ ഇത്രയധികം രോഗികൾക്ക് നൽകുന്നതും ഇന്ത്യയിൽ തന്നെ ആദ്യമായി കേരളത്തിലാണ്. ഹീമോഫീലിയ രോഗികൾക്ക് രക്തസ്രാവവും അംഗവൈകല്യങ്ങളും ഇല്ലാത്ത ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് വിപ്ലവകരമായ ഈ തീരുമാനമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 2021 മുതൽ തെരഞ്ഞെടുത്ത രോഗികളിലാണ് നിലവിൽ ഈ മരുന്ന് നൽകി വരുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ചികിത്സയിലൂടെ ഫലപ്രാപ്തിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ രോഗികൾക്ക് പ്രയോജനമാകുന്ന തരത്തിൽ 18 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും വില കൂടിയ മരുന്ന് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത്. കുട്ടികൾ ഈ മരുന്നിലേക്ക് മാറുന്നത് വഴി ആഴ്ചയിൽ 2 തവണ വീതമുള്ള ആശുപത്രി സന്ദർശനവും ഞരമ്പിലൂടെയുള്ള ഇഞ്ചക്ഷനുകളുടെ കാഠിന്യവും അതിനോടനുബന്ധിച്ചുള്ള സ്കൂൾ മുടക്കങ്ങളും ഒഴിവാകും. മാതാപിതാക്കളുടെ തൊഴിൽ നഷ്ടം ഗണ്യമായി ഇതിലൂടെ കുറയും. അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സാധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.